ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ കമ്മലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മൽ ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ്. ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്, റെഡും വൈറ്റും. പിന്നെ നമുക്ക് ഒരു വെള്ള ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ബീഡ്. പിന്നെ ഐ പിന്ന് വേണം, ഹെഡ് പിന്ന് വേണം. പിന്നെ നമ്മുടെ ബേസ്, സ്റ്റഡ് ബേസ്. പിന്നെ എടുത്തിരിക്കുന്നത് വാക്സ് ഷീറ്റാണ്. അതിൽ ഞാൻ ഈ ഒരു റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. നമ്മുടെ കമ്മലിൻ്റെ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. സെൻറ്റർ ഭാഗം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം 4 സൈഡിലേക്ക് ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് എളുപ്പമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. നമ്മളത് കമ്മൽ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പുറകിലേക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. അതായിരിക്കും നല്ലത്. കോൾഡാണ് കേട്ടോ, അത് കാരണം സൗണ്ടൊക്കെ ഭയങ്കര അടഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ റൗണ്ടിനൊന്ന് വെച്ച് നോക്കിയിട്ട് ആവശ്യം നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നീളം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ 1-2 ബീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്നത് ശരിയായില്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്റ്റോൺ ചെയിൻ എന്നിട്ട് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ബീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റോണുകൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ അവിടെ എത്തും. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്തതിനോട് യോജിച്ച് വേണം ഒട്ടിച്ച് കൊടുക്കാനില്ലെങ്കിൽ അത് പുറത്തേക്ക് നിൽക്കും. നമ്മുടെ വാക്സ് ഷീറ്റ് പുറത്തേക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് റെഡാണ് നമ്മൾ ഒട്ടിക്കുന്നത്. റെഡ് ബിഗ് സൈസാണ് കേട്ടോ, മറ്റേ വൈറ്റിനേക്കാളും കുറച്ച് വലിപ്പമുള്ള സൈസാണ്. അപ്പോൾ റെഡും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വൈറ്റിൻ്റെ അടുത്ത് റെഡ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ വായിക്കാറുണ്ട്, അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഏതെങ്കിലും മോഡൽ ചെയ്യണമെങ്കിലോ മനസ്സിലാവണമെങ്കിലോ ഒക്കെ ഒന്ന് പറയണം കമൻറ്റിലൂടെ. അപ്പോൾ നമ്മുടെ റെഡിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു റൗണ്ട് കൂടി നമ്മുടെ വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ അത് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കപ്പോൾ ഒരു എണ്ണത്തിന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസ് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കമ്മൽ ചെയ്യാനായിട്ട് പിന്നെ വീണ്ടും അളന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ രണ്ടാമത്തെ കമ്മൽ ചെയ്യുന്നത് ഞാൻ സ്പീഡ് ഇട്ട് കൊടുത്തേക്കാണ്. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സ്റ്റോൺ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ബോറിങ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പീഡ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ക്യാൻവാസ് ഷീറ്റിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും വാക്സിൻ ഷീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാധ്യത ക്യാൻവാസ് ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്താലും മതി. അത് നമുക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കിട്ടും. നമ്മൾ ചുരിദാറിനൊക്കെ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ക്യാൻവാസ് ഷീറ്റ് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ OHP ഷീറ്റ് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത ക്യാൻവാസ് ഷീറ്റാണ്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഇത് ഇല്ലയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇതാകുമ്പോൾ നമ്മളൊന്ന് ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളത്. ഇനി നമ്മൾ ക്യാൻവാസ് ഷീറ്റിൽ ഇതുപോലെ തന്നെ ആ റൗണ്ട് വരച്ച് വെക്കണം. നമുക്കിത് ഒട്ടിച്ചെടുക്കാനാണ്. ഇനി നമ്മുടെ ഹെഡ് പിൻ എടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം. സൈസ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലായിട്ട് ഒരെണ്ണം അടിയിലേക്ക് ഒരെണ്ണം മുകളിലേക്കായിട്ട് കൊടുക്കാം. മുകൾ ഭാഗം കേട്ടോ. മുകൾ ഭാഗത്ത് 2 ഹെഡ് പിൻ ഒട്ടിച്ചു കൊടുക്കണം. ഒരെണ്ണം അതിൻ്റെ മുകളിലോട്ടായിട്ടും ഒരെണ്ണം താഴോട്ടായിട്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അത് കറക്റ്റ് സെൻറ്റർ നോക്കി ഒട്ടിക്കണം. നമ്മൾ ഒട്ടിക്കുമ്പോൾ അതൊന്ന് സെൻറ്റർ അല്ലേന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ 5 ഹെഡ് പിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് താഴെ ഒട്ടിച്ചു കൊടുക്കണം. ബീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അതും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം വെച്ചിട്ട് പിന്നെ 3
രണ്ടെണ്ണം അപ്പുറം അപ്പുറമായിട്ട് അങ്ങനെ 5 എണ്ണമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യുക, എങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഒരെണ്ണം, ബാക്കി 2 എണ്ണം 2 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ബീഡൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ അത് വിട്ട് പോരും. കുറച്ചൊരു ടൈം എടുത്ത് ഡ്രൈ ആക്കുക. ഇനി നമ്മളിത് വരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹെഡ് പിന്ന് ഒട്ടിച്ചതിന് ശേഷം വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്യാപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഹെഡ് പിന്ന് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഹെഡ് പിന്നിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ, കാരണം നമുക്ക് ഹെഡ് പിന്നിൻ്റെ അവിടെ നമുക്ക് ബാക്ക് ഷീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബീഡ് എടുത്തിട്ട് നമ്മുടെ ഐപ്പിന്നിലൂടെ നമ്മുടെ ബീഡ്സ് കോർക്കുക. ഐപ്പിന്നിലൂടെ ബീഡ്സ് കോർത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് നീളം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, നമുക്കിതുപോലെ ഒന്ന് കൊളുത്തുപോലെ ആക്കിയെടുക്കാം. ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്, ബീഡ്സ് ഐപ്പിന്നിലൂടെ കോർക്കുന്നത്. അപ്പോൾ എൻ്റെ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ചെന്ന് നോക്കുക. ഇനി നമ്മൾ ആ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബീഡ് ഇട്ട് കൊടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതുപോലെ 5 ബീഡ് ഇട്ടിട്ട് നമ്മുടെ അടിയിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കമ്മലിൻ്റെയും ആ സെൻറ്ററിൽ നമ്മൾ ആ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് ഇട്ട് കൊടുക്കാം, പക്ഷെ റെഡ് നമ്മൾ അത് ഭയങ്കരമായിട്ട് റെഡ് മാത്രം കാണിക്കും, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഓരോ ഹെഡ് പിന്നിലും നമ്മുടെ ഈ ബീഡ് കോർത്തത് ഐ പിന്നിൽ ബീഡ് കോർത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ 5 എണ്ണം കോർത്തെടുക്കണം. ബിഗിനേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഐപ്പിന്നും ഹെഡ് പിന്നും, കാരണം ഐപ്പിന്നിലൂടെ തന്നെ നമ്മൾ ഈ ബീഡിട്ട് കൊടുക്കണം. അത് ഹെഡ് പിന്നാണോ ഐപ്പിന്നാണോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്യണം. ആദ്യമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തുടക്കക്കാർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയുണ്ടാവില്ല, അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഐപ്പിന്നിലൂടെയാണ് ബീഡിട്ട് കൊടുക്കുന്നത്. 2 കമ്മലിലും നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റഡ് ചെയ്യണം. സ്റ്റഡ് ചെയ്യാനായിട്ട് റെഡ് സ്റ്റോൺ ചെയിൻ ഓരോ സ്റ്റോണായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റഡ് ബേസിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആ റെഡ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ചുറ്റും നമ്മുടെ വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും. ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ തോന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം, പെർഫെക്ഷൻ കിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം അതിനൊന്ന് കറക്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റോണൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. നമ്മളത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഡും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു കമ്മൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മുടെ സൈഡ് റിങ് എടുത്തിട്ട് നമ്മുടെ മുകളിലത്തെ ഹെഡ് പിന്നിലൊന്ന് കോർത്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ സ്റ്റഡ് ഇടാനായിട്ടാണ് അത് ചെയ്യുന്നത്. മുകളിൽ ചെയ്തിരിക്കുന്ന ഹെഡ് പിന്നിലൂടെ ആ സൈഡ് റിങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സ്റ്റഡിനെ നമുക്ക് അതിലൂടെ കോർത്ത് നമ്മുടെ ആ ഒരു ബാക്ക് ബുഷ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ കമ്മലിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.